ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഡിഗ്രി അഡ്മിഷൻ 2025 ബന്ധപ്പെട്ട് കേരളത്തിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളിൽ ഒന്നായ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അപേക്ഷ നിങ്ങൾ എങ്ങനെ സമർപ്പിക്കണം, അതുപോലെ എന്താണ് അപാർ ഐ ഡി, പിന്നെ കമ്മ്യൂണിറ്റി കോട്ടയിലേക്ക് എങ്ങനെയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്, അതുപോലെ നിങ്ങൾ അലോട്ട്മെൻറ്റ് ലഭിക്കാനായിട്ട് എങ്ങനെ ഓപ്ഷൻസ് കൊടുക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരുണ്ടെങ്കിൽ അഡ്മിഷൻ സംബന്ധമായ എല്ലാ അപ്ഡേറ്റ്സിനായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പം admission.uoc.ac.in എന്ന വെബ്സൈറ്റാണ്, ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഈ ഒരു പേജിലേക്ക് വരും. അവിടെ നിങ്ങൾക്ക് 4-year UG പ്രോഗ്രാം 2025-26 അപ്ലൈ നൗ എന്ന് കാണാം. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ശേഷം നെക്സ്റ്റ് ഈ ഒരു പേജിലേക്കാണ് വരുന്നത്. ഇവിടെ രജിസ്ട്രേഷൻ ടൈപ്പ് നിങ്ങൾ FIUG ക്യാപ് രജിസ്ട്രേഷൻ 2025 എന്ന് കൊടുക്കുക. ശേഷം നെക്സ്റ്റ് നിങ്ങളുടെ നെയിം SSLC സർട്ടിഫിക്കറ്റ് നോക്കി കൃത്യമായിട്ട് കൊടുക്കുക. വാലിഡ് ആയിട്ടുള്ള ഒരു ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക. അതുപോലെ നിങ്ങൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മൊബൈൽ നമ്പർ കൊടുക്കുക. വീണ്ടും മൊബൈൽ നമ്പർ കൺഫേം ചെയ്യുക. അപ്പം ഇമെയിൽ IDയും മൊബൈൽ നമ്പറും കൊടുക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, വാലിഡ് ആയിരിക്കണം. കാരണം അതിലേക്കാണ് നിങ്ങളുടെ സെക്യൂരിറ്റി ക്യാപ് IDയും സെക്യൂരിറ്റി കീയും ഒക്കെ വരുന്നത്. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ശേഷം നമ്മൾ നെക്സ്റ്റ് പേജിൽ വരുന്നത് ഒരു OTP, നിങ്ങളിപ്പോൾ കൊടുത്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. ആ ഒരു OTP നിങ്ങൾ അവിടെ എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് സബ്മിറ്റ് കൊടുക്കുക. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ഫോണിലേക്ക് SMS ആയിട്ട് ഒരു ക്യാപ് IDയും അതുപോലെ സെക്യൂരിറ്റി കീയും വരും. അപ്പം ആ ഒരു ക്യാപ് IDയും സെക്യൂരിറ്റി കീയും നിങ്ങളിവിടെ എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്യുമ്പോൾ അടുത്ത നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുക്കാനുള്ള പേജാണ് വരുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ നേരത്തെ കൊടുത്ത ഡീറ്റെയിൽസ് ഒക്കെ ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കണം. ശേഷം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ആധാർ നമ്പർ, നിങ്ങളുടെ ആധാർ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കാം. നിങ്ങൾ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങളുടെ ആധാർ കാർഡിലുള്ള ഡീറ്റെയിൽസ് വേണം നിങ്ങൾ ഇതിൽ അതുപോലെ കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ചില ഫീൽഡുകൾ ഇതിൽ അപ്ഡേറ്റ് ആവില്ല. പ്രധാനമായും നമ്മുടെ ആധാർ നമ്പറിൽ കൊടുത്തിട്ടുള്ള നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്, അതുപോലെ അഡ്രസ്സ്, നിങ്ങളുടെ പേര്, ഗാർഡിയൻ്റെ നിങ്ങളുടെ ഫാദറിൻ്റെ പേര്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ആധാർ കാർഡ് നോക്കിയിട്ട് കൃത്യമായിട്ട് കൊടുക്കണം. ഓക്കെ, അഡ്രസ്സ് കൊടുക്കുമ്പോഴും നിങ്ങൾ ആധാർ കാർഡിലുള്ള അഡ്രസ്സ് വേണം കൊടുക്കാനായിട്ട്. ആ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. പിന്നെ ചോദിക്കുന്നത് അപാർ ID ആണ്. അപ്പം പല കുട്ടികൾക്കും അപാർ ID എന്താണെന്നുള്ളത് അറിയില്ല. അപാർ ID എന്ന് പറഞ്ഞാൽ ABC ID എന്ന് പറയും. അതായത് അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്സ് ID ആണ്. അതായത് നമ്മുടെ ഇന്ത്യയിലുള്ള മുഴുവൻ വിദ്യാർത്ഥികൾക്കും നമ്മുടെ ആധാർ കാർഡ് പോലെ അല്ലെങ്കിൽ ആധാർ ID പോലെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ളൊരു ID ആണത്. അതായത് വിദ്യാർത്ഥികൾക്ക് ഡിജിറ്റൽ ഐഡൻറ്റിറ്റി ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു 12 അക്ക കോഡാണ് ഈ ഒരു ABC ID എന്ന് പറയുമ്പോൾ. അത് ഡിജിറ്റലായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഡിജി ലോക്കറിലൂടെയൊക്കെയാണ് നിങ്ങൾ അതിന് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങളുടെ അക്കാഡമിക് ഡീറ്റെയിൽസ്, ക്രെഡിറ്റുകൾ, സർട്ടിഫിക്കറ്റുകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ, മീൻസ് നിങ്ങളുടെ അക്കാഡമിക് ആയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഡിജിറ്റലായിട്ട് ഇതിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഡിജി ലോക്കർ വഴിയാണ് നമ്മൾ ഇതിനെയൊക്കെ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പം അതിൻ്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ, അങ്ങനെ അപ്ലൈ ചെയ്യുന്ന വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ആ ഒരു വീഡിയോ ചെയ്യാം. കഴിഞ്ഞ വർഷം കേരള യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ സമയത്ത് അപാർ ID ചോദിച്ചിരുന്നു, പക്ഷേ കാലിക്കറ്റ് ചോദിച്ചിരുന്നില്ല. പക്ഷേ ഈ വർഷം ചോദിക്കുമോ എന്നുള്ളത് നമുക്ക് അറിയില്ല. അപ്പോൾ ഇവിടെ അപാർ ID ചോദിച്ചിട്ടുണ്ട്. അത് മാൻഡേറ്ററി അല്ല. നിങ്ങളുടെ കയ്യിൽ ആ ഒരു ID ഉണ്ടെങ്കിൽ മാത്രം ആ ഒരു ID നിങ്ങളവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്തേക്കുക. പിന്നെ നിങ്ങളുടെ പേരൻറ്റിൻ്റെ നെയിം, പേരൻറ്റിൻ്റെ മൊബൈൽ നമ്പർ, ആനുവൽ ഇൻകം, റിലീജിയൻ, റിസർവേഷൻ കാറ്റഗറി, അതുപോലെ കാസ്റ്റ്, നാഷണാലിറ്റി, അഡ്രസ്സ് ഞാൻ പറഞ്ഞ പോലെ ആധാർ കാർഡിലുള്ള അഡ്രസ്സ് കൊടുക്കുക. പിന്നെ പിൻകോഡ്, അതുപോലെ സ്റ്റേറ്റ്, ഡിസ്ട്രിക്ട്, താലൂക്ക്, വില്ലേജ്, പിന്നെ ഇത്രയും. വെദർ പെർമനന്റ് അഡ്രസ്സ് തന്നെയാണ് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സെങ്കിൽ ടിക്ക് കൊടുക്കുക. ഓക്കെ, ഇനി അടുത്തത് ചോദിക്കുന്നത് ഡു യു ബിലോങ് ടു നോൺ ക്രീമിലിയർ, അതായത് നോൺ ക്രീമിലിയർ വിഭാഗത്തിൽ വരുന്നവരാണെങ്കിൽ CBC, OBC, ചില OEC കാറ്റഗറിയും വരുന്നുണ്ട്. അപ്പം ആ ഒരു കാറ്റഗറിയിലുള്ളവരാണെങ്കിൽ അവിടെ S കൊടുക്കുക, ഇല്ലെങ്കിൽ നോ കൊടുക്കുക. പിന്നെ EWS കാറ്റഗറിയിൽ വരുന്നവർ, EWS എന്ന് പറയുമ്പോൾ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മുന്നോക്ക വിഭാഗക്കാരാണ്. അതായത് ജനറൽ വിഭാഗത്തിൽ വരുന്ന ഒരു റിസർവേഷൻ കാറ്റഗറിയാണത്. അങ്ങനെയുള്ളവർക്കും റിസർവേഷൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ സർട്ടിഫിക്കറ്റ്, EWS സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. നോൺ ക്രീമിലിയർ ആയിട്ടുള്ളവർ നോൺ ക്രീമിലിയർ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. അപ്പോൾ അതവിടെ S അല്ലെങ്കിൽ നോ എന്നുള്ളത് കൊടുക്കുക. പിന്നെ ആർ യു ഓർഫൺ, അത് S നോ കൊടുക്കുക. വെദർ അപ്ലൈ ഫോർ സ്പോർട്സ് കോട്ട, നിങ്ങൾ സ്പോർട്സ് കോട്ടയിലേക്ക് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ, അങ്ങനെയുള്ളവരാണെങ്കിൽ S കൊടുക്കുക. ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ സ്പോർട്സ് കോട്ടയിലേക്ക് അപ്ലൈ ചെയ്യുന്നവരും എന്ത് ചെയ്യണം, ഈ ഒരു ഓൺലൈൻ രജിസ്ട്രേഷൻ നിർബന്ധമായും ചെയ്തിരിക്കണം. അതിനുശേഷം നിങ്ങൾ ഏത് കോളേജിലാണോ സ്പോർട്സ് കോട്ടയിൽ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നത് ആ കോളേജുമായിട്ടാണ് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക.
ഇനി അടുത്തത് ചോദിക്കുന്നത് ഹാവ് യു ഓൾറെഡി കംപ്ലീറ്റഡ് എനി ഡിഗ്രി ഇൻ റെഗുലർ ഓർ ഡിസ്റ്റൻസ് മോഡ് ഫ്രം ഇൻ യൂണിവേഴ്സിറ്റി എന്ന് ചോദിക്കുന്നുണ്ട്. അതായത് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ റെഗുലർ മോഡിൽ നിങ്ങൾ മറ്റേതെങ്കിലും ഒരു ഡിഗ്രി കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെയുള്ളവർക്കാണെങ്കിൽ ഫീ കൺസെഷൻ ഉണ്ടാവില്ല. അതാണ് അങ്ങനെ ആ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർ യെസ് അല്ലെങ്കിൽ നോ എന്നുള്ളത് കൊടുക്കുക. ഇത്രയും ചെയ്തതിന് ശേഷം സേവ് ആൻഡ് പ്രൊസീഡ് കൊടുക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് പേജ് എന്ന് പറയുന്നത് നിങ്ങളുടെ വെയിറ്റേജ് ആൻഡ് ഡിസേബിലിറ്റി ഡീറ്റെയിൽസ് ആണ്. ഇനിയും അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നിങ്ങൾ ഡിഫറൻഷ്യലി ഏബിൾഡ് ആയിട്ടുള്ളവരുടെ കാര്യമാണ് ചോദിക്കുന്നത്. അപ്പോൾ അത് ഡിസേബിലിറ്റി അത് നോ എന്നുള്ളതാണ്, നോ എന്നുള്ളത് കൊടുക്കുക. നെക്സ്റ്റ് ചോദിക്കുന്നത് സ്റ്റേറ്റ് ലെവലിൽ ആർട്ട് ഫെസ്റ്റിവലിന് ഫസ്റ്റ് പ്ലേസോ അല്ലെങ്കിൽ എ ഗ്രേഡോ ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. ആ ഒരു ഡീറ്റെയിൽസ് ഉള്ളവരുള്ളതെന്ന് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക. അടുത്തത് പറയുന്നത് നമ്മുടെ എക്സ് സർവീസ്മെൻ അതുപോലെ തന്നെ അങ്ങനെയുള്ള ആ ഒരു കാറ്റഗറിയിൽ വരുന്ന റിസർവേഷൻ്റെ കാര്യമാണ് ചോദിക്കുന്നത്. അപ്പോൾ അത് കൊടുക്കുക. നെക്സ്റ്റ് NSS സർട്ടിഫിക്കറ്റ് +2 ലെവലാണ് വേണ്ടത്. ഇപ്പം NSS ആയാലും NCC ആയാലും സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ആയാലും ഏതായാലും നിങ്ങൾക്ക് +2 ലെവലാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് കൊടുക്കുക, ഇല്ലെങ്കിൽ ഇല്ലയെന്ന് കൊടുക്കുക. പിന്നെ NCC സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് എ സർട്ടിഫിക്കറ്റ് ആണോ, ബി സർട്ടിഫിക്കറ്റ് ആണോ, സി സർട്ടിഫിക്കറ്റ് ആണോ, ഏതാണെന്ന് വെച്ചാൽ അത് നിങ്ങളവിടെ ടിക്ക് ചെയ്ത് കൊടുക്കണം. ഇല്ലാത്തവരാണെങ്കിൽ നോ എന്ന് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ 75% അറ്റൻഡൻസ് ഉള്ളവരുടെ കാര്യം ചോദിക്കുന്നുണ്ട്, ഇല്ലാത്തവരുടെ കാര്യം ചോദിക്കുന്നുണ്ട്. അപ്പം അതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആ ഒരു ഡീറ്റെയിൽ അവിടെ കൊടുക്കുക. ഇനിയും അടുത്തത് പറയുന്നത് SPC സർട്ടിഫിക്കറ്റിൻ്റെ കാര്യമാണ്. അപ്പോൾ അതുള്ളവർ അതവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അടുത്തത് തമിഴ് ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി ഉൾപ്പെടുന്നവരാണെങ്കിൽ അതവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ ഹാവ് യു സ്റ്റഡീഡ് തമിഴ് ആസ് എ സബ്ജക്റ്റിന് സ്കൂൾ ലെവലിൽ നിങ്ങൾ തമിഴ് സബ്ജക്റ്റായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കാനാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് കൊടുത്തതിന് ശേഷം സേവ് ആൻഡ് പ്രൊസീഡ് കൊടുക്കുക. നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് ഫോട്ടോ അപ്ലോഡ് ചെയ്യാനുള്ള സെക്ഷനാണ്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ഇമേജ് സൈസ് എന്ന് പറയുന്നത് 60 KB കൂടാൻ പാടില്ല, JPG ഫോർമാറ്റ് ആയിരിക്കണം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഓൾറെഡി ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു 60 KB സൈസിൽ നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫയലിൽ നിന്ന് എടുത്ത് അത് എന്ത് ചെയ്യുക, അപ്ലോഡ് ചെയ്യുക. ചൂസ് ഫയൽ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഏത് ഫയലിലാണോ അത് സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത് ആ ഫയലിൽ നിന്ന് എടുക്കുക, അവിടെ കൊടുക്കുക. ശേഷം അപ്ലോഡ് ഇമേജ് എന്നുള്ളത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ഫോട്ടോ അവിടെ അപ്ലോഡ് ആവും. അപ്പോൾ ഇത്രയും കൊടുത്തതിന് ശേഷം സേവ് ആൻഡ് പ്രൊസീഡ് എന്നുള്ള ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം അടുത്തത് നിങ്ങളുടെ എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. ആദ്യം തന്നെ +2ൻ്റെ രജിസ്റ്റർ നമ്പർ കൊടുക്കുക. നെക്സ്റ്റ് ബോർഡ് ഓഫ് എക്സാമിനേഷൻ ആണ്, HSC VHSC ഏതാണെന്ന് വെച്ചാൽ അത് കൊടുക്കുക. പിന്നെ ഇയർ ഓഫ് പാസിംഗ് ആണ്, 2025 ആണെങ്കിൽ അത്, അതിന് മുമ്പുള്ളവരാണെങ്കിൽ അത്. നെക്സ്റ്റ് നിങ്ങളുടെ +2ൻ്റെ സ്ട്രീം ആണ്, സയൻസ് കോമേഴ്സ് ഹ്യൂമാനിറ്റീസ് ഏതാണെന്ന് വെച്ചാൽ അത് കൊടുക്കുക. പിന്നെ നമ്പർ ഓഫ് ചാൻസസ് ടേക്കൺ, ഫസ്റ്റ് ടൈം പാസ്സായവരാണെങ്കിൽ 1 കൊടുക്കുക, അല്ലെങ്കിൽ അതനുസരിച്ചുള്ളത് കൊടുക്കുക. പിന്നെ നെയിം ഓഫ് ലാസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ സ്റ്റഡീഡ്, നിങ്ങളുടെ +2 നിങ്ങൾ ഏത് സ്കൂളാണോ പഠിച്ചത് അതവിടെ കൊടുക്കുക. ഇത്രയും കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് സേവ് ആൻഡ് പ്രൊസീഡ് കൊടുക്കുക. നെക്സ്റ്റ് പേജ് നിങ്ങളുടെ മാർക്ക് ഡീറ്റെയിൽസ് കൊടുക്കാനാണ്. എൻ്റർ ദ സബ്ജക്ട്സ് ആൻഡ് മാർക്സ് ഇൻ ഓർഡർ യൂസ് ചെയ്യുന്ന ക്വാളിഫയിങ് എക്സാമിനേഷൻ സർട്ടിഫിക്കറ്റ്, നിങ്ങളുടെ +2 സർട്ടിഫിക്കറ്റ് നോക്കിയിട്ട് ആ ഒരു ഓർഡറിൽ നിങ്ങളുടെ സബ്ജക്ട്സും അതുപോലെ മാർക്സും എൻ്റർ ചെയ്ത് കൊടുക്കാനാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ +2 മാർക്ക് ലിസ്റ്റ് എടുത്ത് വെച്ചിട്ട് ആ ഒരു ഓർഡറിൽ കറക്റ്റായിട്ട് മാർക്സ് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇത്രയും കൊടുത്തതിന് ശേഷം ഇവിടെ ഒരു ഡിക്ലറേഷൻ ബോക്സ് ഉണ്ട്, അത് ടിക്ക് ചെയ്തിട്ട് സേവ് ആൻഡ് പ്രൊസീഡ് കൊടുക്കുക. നെക്സ്റ്റ് സ്റ്റെപ്പ് നിങ്ങളുടെ കോളേജ് കോഴ്സ് ഓപ്ഷൻസ് കൊടുക്കാനാണ്. പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ നിങ്ങൾ ആദ്യം തന്നെ ഒരു പ്രയോറിറ്റി ലിസ്റ്റ് തയ്യാറാക്കി വെക്കുന്നത് നല്ലതാണ്. നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്ന കോളേജ് കോഴ്സ് ഇതിൻ്റെയൊക്കെ ഒരു പ്രയോറിറ്റി ലിസ്റ്റ് തയ്യാറാക്കി വെച്ചിട്ട് ആ ലിസ്റ്റ് നോക്കിയിട്ട് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ കോളേജ് കോഴ്സിൻ്റെ ഈ ഒരു പേജ് വരുമ്പോൾ നിങ്ങൾക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഫസ്റ്റ് ഗവൺമെൻറ് എയ്ഡ് കോളേജുകളൊക്കെ തന്നെ ആയിരിക്കണം നിങ്ങളുടെ പ്രിഫറൻസ്. ആദ്യം അതൊക്കെ തന്നെ വേണം കൊടുക്കാൻ. അതിന് ശേഷമേ സെൽഫ് ഫിനാൻസ് ഒക്കെ കൊടുക്കാവൂ. സെൽഫ് ഫിനാൻസിലൊക്കെ ഫീസ് വളരെ കൂടുതലാണ്. അപ്പോൾ ആ ഒരു കാര്യമൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം കൊടുക്കാൻ. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നിങ്ങൾ കൊടുക്കുന്ന ഈ ഒരു ഓർഡറിലായിരിക്കും നിങ്ങളുടെ അലോട്ട്മെൻറ്റിൻ്റെ പ്രോസസ്സിങ് വരുന്നത്. ആ ഒരു അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അപ്പം ഏറ്റവും താല്പര്യമുള്ള കോളേജുകൾ വേണം നിങ്ങൾ ആദ്യത്തെ ഓപ്ഷനുകളായിട്ട് കൊടുക്കാൻ. അതിനുശേഷമേ താഴോട്ടെ പിന്നെ ബാക്കിയുള്ള കോളേജുകൾ കൊടുക്കാവൂ. ഓക്കെ, അപ്പോൾ അതിനായിട്ട് ആദ്യം നമ്മൾ കോളേജ് സെലക്ട് ചെയ്ത് കൊടുത്തു. ശേഷം ആ കോളേജിലുള്ള കോഴ്സസ് ഒക്കെ വരും, ആ ഒരു കോഴ്സ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തു. അതുപോലെ തന്നെ നെക്സ്റ്റ് വീണ്ടും സെയിം കോളേജ് തന്നെയാണ്, നിങ്ങൾക്ക് മറ്റൊരു കോഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കാം. അതല്ല സെയിം കോഴ്സിന് മറ്റൊരു കോളേജ് ആണെങ്കിൽ അങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഈ രീതിയിൽ 20 ഓപ്ഷൻസ് വരെയാണ് നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കുന്നത്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കമ്മ്യൂണിറ്റി കോട്ടയിലേക്ക് അപ്ലൈ ചെയ്യുന്ന വിദ്യാർത്ഥികൾ ഈ കൂട്ടത്തിൽ തന്നെ നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിലുള്ള എയ്ഡഡ് കോളേജസും കൂടെ കൊടുക്കണം. പല വിദ്യാർത്ഥികൾക്കും ഓരോ വർഷവും വരുന്ന ഒരു അബദ്ധമാണത്. കാരണം അവർ പിന്നീട് കമ്മ്യൂണിറ്റി കോട്ടയിലേക്ക് കോളേജുകൾ ആഡ് ചെയ്ത് കൊടുക്കാൻ പിന്നീട് സമയം ഉണ്ടാകുമെന്ന് വിചാരിച്ച് കൊടുക്കാതിരുന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യരുത്. കാരണം
ഇതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ നിങ്ങളുടെ എയ്ഡഡ് കോളേജസ് ആഡ് ചെയ്ത് കൊടുക്കണം. ഈ 20 ഓപ്ഷൻസിൻ്റെ കൂട്ടത്തിൽ അത് ഉണ്ടാവണം. കമ്മ്യൂണിറ്റി കോട്ട റാങ്ക് ലിസ്റ്റ് വൈസ് ആണ് വരുന്നത്. അതിപ്പോഴല്ല, ഫസ്റ്റ് സെക്കൻഡ് അലോട്ട്മെൻ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ആ ഒരു റാങ്ക് ലിസ്റ്റ് കാര്യങ്ങൾ അതിനൊരു മെത്തേഡ് ഉണ്ട്. അതിപ്പോൾ പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കുന്നില്ല. അപ്പം നിങ്ങൾ ഇപ്പോൾ ഇതിനകത്ത് കൊടുക്കുന്ന എയ്ഡഡ് കോളേജസിൽ നിന്നാണ് നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി കോട്ടയിലേക്ക് അഡ്മിഷൻ ലഭിക്കുന്നത്. അതായത് നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ വരുന്ന എയ്ഡഡ് കോളേജസ് ആയിരിക്കണം. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ആ ഒരു നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ വരുന്ന എയ്ഡഡ് കോളേജസ് ഏതൊക്കെയാണെന്നുള്ളത് ആ ഒരു നമ്മുടെ വെബ്സൈറ്റിലുണ്ട്. നിങ്ങളത് ചെക്ക് ചെയ്ത് നോക്കുക. ആ ഒരു കോളേജ് ലിസ്റ്റ് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്കത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾ ഈ ഒരു ഓപ്ഷൻസ് കൊടുക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ ഓപ്ഷൻസ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യത ഉണ്ടാവും. ഓക്കെ, അപ്പം താല്പര്യമുള്ളവർ മാത്രം ഞാൻ ഈ പറയുന്ന രീതിയിൽ ഓപ്ഷൻസ് കൊടുക്കുക. അതിനായിട്ട് നമ്മുടെ വെബ്സൈറ്റിൽ ഇവിടെ നിങ്ങൾക്ക് പ്രീവിയസ് ഇൻഡെക്സ് മാർക്ക് 2024 എന്നുള്ളത് കാണാം. അത് നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ശേഷം ഇവിടെ സെലക്ട് കോഴ്സ് ഉണ്ട്. അപ്പം 4 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് ആണ്, അത് സെലക്ട് ചെയ്യുക. ശേഷം നിങ്ങൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രോഗ്രാം ഉണ്ടാവും. ആ ഒരു പ്രോഗ്രാം നിങ്ങളുടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ BA ഹിസ്റ്ററി സെലക്ട് ചെയ്ത് കൊടുത്തു. ഇനി അടുത്തത് സെലക്ട് ഡിസ്ട്രിക്റ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ഏത് ഡിസ്ട്രിക്റ്റ് ആണോ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ആ ഒരു ഡിസ്ട്രിക്റ്റ് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ സെർച്ച് എന്ന് കൊടുക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും BA ഹിസ്റ്ററിക്ക് ഓരോ കോളേജിലും ഓരോ കാറ്റഗറിയിലും ലഭിച്ച ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക്. ഈ ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് എന്ന് പറയുമ്പോൾ ഏറ്റവും ലാസ്റ്റ് ഈ ഒരു കോളേജിൽ ഈ ഇൻഡെക്സ് ഉള്ള കുട്ടിക്കാണ് അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത്. സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലായിരിക്കും. ഗവൺമെൻറ് കോളേജ് വരുമ്പോൾ സപ്ലിമെൻ്ററി അലോട്ട്മെൻ്റ് ആണ് ലാസ്റ്റ് വരുന്നത്. അപ്പോൾ ആ ഒരു സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ ഈ ഒരു കുട്ടിക്കാണ് ലാസ്റ്റ് ഈ ഇൻഡെക്സ് ഉള്ള കുട്ടിക്കാണ് ലാസ്റ്റ് ഈ ഒരു കോളേജിൽ അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത്. അത് ഗവൺമെൻറ് കോളേജ് ചിറ്റൂർ. അവിടെ 1130 ഇൻഡെക്സ് ഉള്ള കുട്ടിക്കാണ് ജനറൽ വിഭാഗത്തിന് ലാസ്റ്റായിട്ട് അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത്. അതുപോലെ ഓരോ കാറ്റഗറി അവിടെ കൊടുത്തിട്ടുണ്ട്. ഈഴവ, മുസ്ലിം, ഇങ്ങനെ ഓരോ കാറ്റഗറിയുടെ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു രീതിയിൽ നിങ്ങളുടെ ഇൻഡെക്സ് ഇപ്പം BA ഹിസ്റ്ററിക്ക് അപ്ലൈ ചെയ്യുന്ന ഒരു കുട്ടിയാണെങ്കിൽ നിങ്ങളുടെ ഇൻഡെക്സുമായിട്ട് ഈ ഇൻഡെക്സ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങളുടെ ഇൻഡെക്സ് ഈ ഒരു ഇൻഡെക്സിനെക്കാട്ടിലും കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ കിട്ടാനുള്ളൊരു സാധ്യതയുണ്ട്. ഓക്കെ, കാരണം ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഈ 3 അലോട്ട്മെൻറ്റ്സ് കഴിഞ്ഞിട്ട് വരുന്നതാണ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലാണ് ഈ ഇൻഡെക്സ് ഉള്ള കുട്ടിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും ഇതിലും ഇൻഡെക്സ് കൂടുതലാണ് നിങ്ങൾക്കെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കിട്ടാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്ന കോഴ്സ്, നിങ്ങൾ പോകാൻ ആ ഒരു കോളേജിൻ്റെ ഒരു പ്രയോറിറ്റി ലിസ്റ്റ് നിങ്ങൾക്ക് തയ്യാറാക്കി വെക്കാം. ഓക്കെ, അപ്പോൾ ആ ലിസ്റ്റ് നോക്കിയിട്ട് നിങ്ങൾ ഓപ്ഷൻസ് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ റിസർവേഷൻ ഉള്ള കുട്ടികളുടെ ആ ഇൻഡെക്സ് നിങ്ങൾ നോക്കുക. അപ്പോൾ നിങ്ങളുടെ ഇൻഡെക്സുമായിട്ട് കമ്പയർ ചെയ്യുക. നിങ്ങളുടെ ഇൻഡെക്സിന് മുകളിലാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ടാവും. പിന്നെ കഴിഞ്ഞ വർഷത്തെ വിജയശതമാനം അല്ല ഈ വർഷം, അതിലൊക്കെ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഉറപ്പായിട്ടും കിട്ടുമെന്നൊന്നും അവകാശപ്പെടുന്നില്ല. പക്ഷേ അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഈ ഒരു രീതിയിൽ എന്ത് കൊടുക്കാം, ഓപ്ഷൻസ് കൊടുക്കാവുന്നതാണ്. അപ്പം നിങ്ങളങ്ങനെ 20 ഓപ്ഷൻസ് കൊടുക്കുക. അതിനുശേഷം സേവ് ആൻഡ് പ്രൊസീഡ് കൊടുക്കുക. ഇനിയും അടുത്തത് നിങ്ങളുടെ ഫൈനൽ സബ്മിഷൻ പേജാണ് വരുന്നത്. അപ്പോൾ അവിടെ ആ ഒരു ഒറ്റ പേജിൽ നിങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ ഓരോ ഡീറ്റെയിൽസും അവിടെ ചെക്ക് ചെയ്ത് നോക്കണം. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, അഡ്രസ്സ്, മൊബൈൽ നമ്പർ, ഇമെയിൽ ID, നിങ്ങളുടെ +2 രജിസ്റ്റർ നമ്പർ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കില്ല. അപ്പം ഇപ്പോൾ അതിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ ഈ ഒരു ഫൈനൽ കൺഫർമേഷൻ കൊടുക്കുന്നതിന് മുൻപേ നിങ്ങളത് മിസ്റ്റേക്ക് തിരുത്തുക. കാരണം ഫൈനൽ സബ്മിഷൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന ഇത്രയും ഫീൽഡ് 6 ഫീൽഡ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് ശ്രദ്ധിച്ച് വേണം കൊടുക്കാൻ. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. അതല്ലാത്ത ബാക്കിയുള്ള എല്ലാ ഫീൽഡുകളും നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാം. നിങ്ങളിപ്പോൾ ലോഗൗട്ട് ചെയ്താലും നിങ്ങൾക്ക് ഏതെങ്കിലും ഫീൽഡ്, ഈ പറഞ്ഞ 6 ഫീൽഡ് ഒഴികെ മറ്റേതെങ്കിലും ഫീൽഡ് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ ഓപ്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഇപ്പോൾ മാറ്റി കൊടുക്കണമെന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ലാസ്റ്റ് ഡേറ്റ് വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓപ്ഷൻസ് എല്ലാം എഡിറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നിങ്ങളുടെ ക്യാപ് ID ആൻഡ് സെക്യൂരിറ്റി കീ ഉണ്ടല്ലോ, അത് നിങ്ങൾ യൂസ് ചെയ്തിട്ട് നിങ്ങൾ ലോഗിൻ ചെയ്തിട്ട് എഡിറ്റ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് ആ ഒരു എഡിറ്റ് ചെയ്തതിൻ്റെ പുതിയ പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കാൻ മറക്കരുത്. അതുപോലെ ഫയൽ സബ്മിഷൻ കൊടുത്തിട്ട് ഇപ്പോഴും ഈ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കണം. അപ്പോൾ ഇത്രയും ചെയ്തതിന് ശേഷം ഇവിടെ ഒരു ഡിക്ലറേഷൻ കൊടുത്തിട്ടുണ്ട്. ഐ എഗ്രി എന്നുള്ള ഒരു ബോക്സ് ടിക്ക് ചെയ്തിട്ട് സേവ് ആൻഡ് പ്രൊസീഡ് കൊടുക്കുക. അപ്പം ഈ ഒരു രീതിയിലാണ് ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻസ് ആയിട്ട് ചോദിക്കുക. ഏറ്റവും ലേറ്റസ്റ്റ് ഒരു അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ, താങ്ക്